വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ടീമിനെ വിജയിപ്പിച്ചിട്ട് പോയ സിയെ ഒരു ദിവസം കഴിഞ്ഞിട്ടും സ്കൂളിൽ വന്നില്ല. അവനിത് എന്ത് പറ്റി, ടീച്ചറിനോട് ലീവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഷിയാൻ ശിഷിയോട് ചോദിച്ചപ്പോൾ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യല്ലേ എന്നവൻ അവളെ കളിയാക്കുന്നു. ആ സമയത്താണ് ആന്റിലിയോ ക്ലാസ്സിലേക്ക് കയറുമെന്ന് മാത്സ് കോമ്പറ്റീഷനിൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് 1ാം സ്ഥാനം സിഐക്കാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. കുട്ടികളെ സന്തോഷത്തോടെ കൈയടിക്കുന്നു. ക്ലാസ്സിൽ തൂക്കിയിടാൻ ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാങ്ങിനെ ഏൽപ്പിച്ചിട്ട് അവാർഡ് കിട്ടാത്തവരാരും നിരാശപ്പെടേണ്ട, ഭാവിയിൽ ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നറിയിച്ച് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പോകുന്നു. വെന്നിന് മാത്രം ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സിയെ ശരിക്കും ആന്റിലിയുവിന്റെ മകനാവേണ്ടതായിരുന്നു എന്നവൻ ആരോടൊന്നില്ലാതെ ഉറക്കെ പറയുന്നു. നീ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച് ശിശി അവന് നേർക്ക് തിരിഞ്ഞപ്പോൾ മത്സരത്തിന്റെ തലേന്ന് രാത്രി സിയെ റൂൾസ് തെറ്റിച്ച് ക്യാമ്പിൽ നിന്ന് പുറത്തിയാടിയിരുന്നു. അതറിഞ്ഞിട്ടും ആന്റിലിയോ അവനെ മത്സരിക്കാൻ അനുവദിച്ചില്ലേ. അവനിപ്പോൾ ഫസ്റ്റ് പ്രൈസും കിട്ടിയിരിക്കുന്നതും അതുപോലെ ബാക്ക്ഡോർ വഴിയാണോ എന്ന് ആർക്കറിയാമെന്ന് വെൻ പറയുന്നു. ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞ് ശിശി ദേഷ്യപ്പെട്ട് തുടങ്ങിയപ്പോഴേക്കും ഫെങ് പുറകിലിരുന്ന് നിനക്ക് അസൂയയാണ്, ബാസ്കറ്റ്ബോൾ മാച്ചിൽ പ്രൈസ് കിട്ടിയതും സിയെ കാരണമാണ്, അവൻ മാച്ചിലും ഒന്നാമൻ തന്നെയാണ്, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വെന്നോട് പറയുന്നു. പിന്നെ ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്, ടീച്ചർ അവനോട് പാർഷ്യാലിറ്റി കാണിച്ചെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് വെൻ പറഞ്ഞപ്പോൾ സിയെ അങ്ങനെ മതിൽ ചാടിയതിന് അവനെ ശിക്ഷിച്ചെന്ന് ഞാൻ കേട്ടല്ലോ, അവന് ഗ്രൗണ്ടിൽ കൂടി 10 റൗണ്ട് ഓടേണ്ടി വന്നുവെന്ന് മറ്റൊരു കുട്ടി പറഞ്ഞപ്പോൾ ഓ പിന്നെ 10 റൗണ്ട്, ഇത്ര വലിയ തെറ്റ് ചെയ്തതിന് ഇത്ര ചെറിയ ശിക്ഷ മതിയോ എന്ന് ചോദിച്ച് വെൻ വീണ്ടും പരിഹസിക്കുന്നു. ശിഷ്യ എഴുന്നേറ്റ് വെന്നിൻ്റെ നേർക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ടീച്ചറിനോടല്ലേ പറയേണ്ടത്, അല്ലാതെ സിയെ ക്ലാസ്സിലില്ലാത്തപ്പോൾ അവനെ കുറ്റം പറയുകയാണോ വേണ്ടത് എന്ന് ഷിയാൻ ചോദിക്കുന്നതിനാൽ ശിശിക്ക് തിരികെ ഇരിക്കുന്നു. ഷിയാൻ പറഞ്ഞതിനോട് മറ്റു കുട്ടികളും ഒരുപോലെ യോജിക്കുന്നു. അവസാനം വെൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സിയയ്ക്ക് ശിക്ഷ കിട്ടിയെന്നുള്ളത് ഷിയാൻ അപ്പോഴാണ് അറിഞ്ഞത്. അന്ന് സ്കൂൾ വിട്ടു വന്നപ്പോൾ അവൾ സിയയുടെ വീട്ടിലേക്കാണ് നേരെ പോയത്. വാതിലിൽ മുട്ടി വിളിച്ചിട്ടും പുറത്തുനിന്ന് കുറേ തവണ വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കാത്തതിനാൽ അവൾ തിരികെ താഴെ ഇറങ്ങുമെന്ന് സിയയുടെ മുറിയിലേക്ക് നോക്കുന്നു. ജനലിലൂടെ മുറിക്കുള്ളിൽ വെളിച്ചം കണ്ടപ്പോൾ ആളുണ്ടെന്ന് ഉറപ്പിച്ച് അവൾ വീണ്ടും സിയെ വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ ഒരു ചെറിയ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. പക്ഷേ അത് അങ്ങ് വരെ എത്താത്തത് കൊണ്ട് കുറച്ചുകൂടി വലിയൊരു കല്ലെടുത്തവൾ ജനലിൽ നോക്കി എറിയുന്നു. ഇത്തവണ ജനലിലെ ചില്ലുപൊട്ടുന്ന ശബ്ദവും അകത്ത് നിന്ന് ആരാണത് എന്ന് സിയയുടെ ചോദ്യവും കേൾക്കുന്നു. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നവളെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. ബാസ്കറ്റ്ബോൾ കളികളിൽ തണുപ്പ് പിടിച്ച് പനിയായതുകൊണ്ടാണ് ക്ലാസ്സിൽ വരഞ്ഞത് എന്നവൻ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പറയുന്നു. മുറിക്കുള്ളിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടതിനാൽ നീ എന്തിനാണ് ജനൽ തുറന്നിട്ടിരിക്കുന്നത് കുറ്റപ്പെടുത്തി ജനലിലേക്ക് നോക്കിയപ്പോഴാണ് താൻ എറിഞ്ഞ കല്ലുകൊണ്ട് പൊട്ടിയ ഭാഗത്തു കൂടിയാണ് തണുപ്പ് അകത്തേക്ക് കയറുന്നത് എന്നവൾക്ക് മനസ്സിലായത്. നിന്റെ പണിയല്ലേ അതെന്ന് സിയെ ചോദിച്ചപ്പോൾ അവൾ ചമ്മുന്നുണ്ട്. അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ പോയിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ നീ വല്ലതും കഴിച്ചോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഉണർന്നതേ ഉള്ളൂ, മടി കാരണം ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നവൾ ചോദിക്കുന്നു. നൂഡിൽസ് കാണുമായിരിക്കും എന്നവൻ പറഞ്ഞതിനാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞവൾ അടുക്കളയിലേക്ക് പോകുന്നു. പക്ഷെ നൂഡിൽസ് അല്ല അവൾ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനം കണ്ടപ്പോൾ സൂപ്പാണോ എന്നവൻ ചോദിക്കുന്നു. സൂപ്പല്ല, കഞ്ഞിയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞവൾ കഞ്ഞി അവന് കോരി കൊടുക്കുന്നു. ഒരു സ്പൂൺ കുടിച്ചപ്പോൾ തന്നെ അവന് മതിയായെങ്കിലും അത് പുറമേ കാണിക്കാതെ നന്നായിട്ടുണ്ട് എന്നവൻ പറയുന്നു. എങ്കിൽ മുഴുവനും കുടിച്ചോ എന്ന് പറഞ്ഞ് ഷിയാൻ വീണ്ടും കോരി കൊടുക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞവൻ അത് വാങ്ങുന്നു. ജനലിന്റെ വിടവടയ്ക്കാൻ തുടങ്ങിയെങ്കിലും നിന്റെ കൈ മുറിയുമെന്ന് പറഞ്ഞവൻ വിലക്കുന്നു. ഷിയാനെ നിരാശപ്പെടുത്താതിരിക്കാൻ സിയെ കഞ്ഞി കുടിക്കുന്നുണ്ട്. നീ എന്താണ് പതിവില്ലാതെ എന്നെ കാണാൻ വന്നത് എന്നവൻ ചോദിച്ചപ്പോൾ നിനക്ക് മാത്സ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം കിട്ടിയ കാര്യം പറയാമെന്ന് കരുതി, മാത്രമല്ല എന്നെ സഹായിക്കാൻ വന്ന രാത്രി ആന്റിലിയോ നിന്നെ ശിക്ഷിച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്നവൾ പറയുന്നു. നിന്നോട് ആര് പറഞ്ഞു എന്നവൻ ചോദിച്ചപ്പോൾ അവൾ അത് പറയാതെ സോറി പറയുന്നു. നീ ഈ മത്സരവും പറഞ്ഞതും എല്ലാം കൊണ്ട് ആകെ ടയർഡല്ലേ, നിനക്ക് പെട്ടെന്നൊരു ദിവസം പ്രഷർ കാരണം ഡിപ്രഷനോ മറ്റോ ആയാൽ എന്ത് ചെയ്യും എന്നവൾ ചോദിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വന്നാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുന്നു. ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ നിന്റെ അടുത്തേക്ക് വന്ന് നിനക്കൊപ്പം ഉണ്ടാകും എന്നവൾ പറഞ്ഞത് കേട്ട് അവൻ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നിട്ട് സില്ലികൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ നീ വിചാരിക്കുന്ന പോലെ അത്ര വീക്കൊന്നുമല്ല, ഭാവിയിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല എന്നവൻ പറയുന്നു. ഷിയാനെ പെട്ടെന്ന് മറുപടിയൊന്നും പറയാൻ കിട്ടാത്തതിനാൽ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് പോകുന്നു. അടുത്ത ദിവസം ഷിയാൻ സിയയ്ക്ക് നൽകാൻ വീണ്ടും സ്വന്തമായി കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്താണ് കഴുകാനുള്ള തുണി എടുത്തു തരാൻ അമ്മ പറഞ്ഞത്. ഞാൻ പിന്നെ തന്നോളാം എന്ന് അവൾ പറഞ്ഞപ്പോൾ അമ്മ തന്നെ തുണിയെടുക്കാനായി അവളുടെ മുറിയിലേക്ക് പോകുന്നു. അവൾ കഞ്ഞി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പാത്രം എടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ കോങ് ഓടി വന്ന് കഞ്ഞി കോരി കുടിച്ചു നോക്കുന്നുണ്ട്. അയ്യേ, നീ ഉണ്ടാക്കിയതാണോ ഇത്, കൊള്ളില്ല, എന്തൊരു വൃത്തികെട്ട ടേസ്റ്റാണ്, ഇനി മേലാൽ അടുക്കളയിൽ കയറിയേക്കല്ലേ എന്ന് പറഞ്ഞവൻ അവളെ കളിയാക്കുന്നു. അകത്ത് തുണികൾ എടുക്കുന്ന കൂട്ടത്തിൽ അമ്മ മേശപ്പുറത്ത് തുറന്നിരിക്കുന്ന അവളുടെ ഡയറി കണ്ട് അത് എടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ അവൾ വരച്ചിരിക്കുന്ന ചിത്രങ്ങളും എഴുതിയിരിക്കുന്ന കുറിപ്പുകളുമൊക്കെ കണ്ടപ്പോൾ അവൾക്കത് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് തന്നെ അമ്മ കരുതുന്നു. ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് എന്നെ കുറ്റം പറയുകയാണോ എന്ന് ചോദിച്ച് ഷിയാൻ കോങ്ങിൻ്റെ പുറകെ ഓടുമ്പോഴാണ് അമ്മ ഡയറിയും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്നത്. ഡയറി അമ്മയുടെ കയ്യിലിരിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് എന്തിനാണ് എൻ്റെ ഡയറി എന്നവൾ ചോദിച്ചപ്പോൾ നിനക്ക് എത്ര വയസ്സായി, പഠിക്കുന്നതിലൊന്നും അല്ല നിന്റെ ശ്രദ്ധ അല്ലേ, നിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് അവർ ചോദിക്കുന്നു. അമ്മ എൻ്റെ ഡയറി വായിച്ചു എന്നവൾ ചോദിച്ചപ്പോൾ വായിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ച് അമ്മ ഡയറി തുറന്ന് അവൾ അതിൽ എഴുതിയിരിക്കുന്നത് ഉറക്കെ വായിക്കാൻ തുടങ്ങുന്നു. വായിച്ചത് മതി എന്നവൾ പറഞ്ഞപ്പോൾ
നിനക്ക് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാൻ വായിക്കുന്നതാണോ കുറ്റം എന്നവർ ചോദിക്കുന്നു. ഷിയാൻ വേഗം ഡയറി തട്ടിപ്പറിയുന്നു. മര്യാദയ്ക്ക് അത് തിരികെത്താ, ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് പറഞ്ഞ അമ്മ അവളുടെ കയ്യിൽ നിന്ന് ഡയറി പിടിച്ചു വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവളത് ജനലിൽ കൂടി വെളിയിലേക്ക് എറിഞ്ഞിട്ട് അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായി, ഇനി മേലാൽ ഞാൻ ഡയറി എഴുതില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. നിനക്ക് തോന്നിയതുപോലെ ചെയ്യും, ഇനി മുതൽ എൻ്റെ അനുവാദമില്ലാതെ ഔട്ടിങ്ങിന് പോകുമെന്ന് നീ വിചാരിക്കേണ്ട എന്നവർ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഷിയാൻ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വന്ന് ഡയറി വീഴാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്തെ കുറ്റിക്കാട്ടിലെല്ലാം തിരിയുന്നു. ആ സമയത്താണ് എന്തോ സാധനങ്ങൾ വാങ്ങാൻ പോയ സിയെ അതുവഴി വന്നത്. അവളെ കണ്ട് നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ അമ്മയുമായി വഴക്കിട്ട് എൻ്റെ ഡയറി ഇങ്ങോട്ട് എറിഞ്ഞു, അത് നോക്കിയാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇവിടെ തന്നെയാണ് എറിഞ്ഞതെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ച് അവനും അവൾക്കൊപ്പം തിരിയാൻ കൊടുക്കുന്നു. അപ്പോഴാണ് പഴയ സാധനങ്ങൾ പെറുക്കുന്ന ഒരാളെ ഞാൻ പാസ് ചെയ്ത് വന്നിരുന്നു, അയാൾ എടുത്തുകൊണ്ട് പോയതായിരിക്കുമെന്ന് സിയെ ചോദിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഷിയാൻ ആ വഴിക്ക് ഓടുന്നു. സിയയും പുറകെ ചെല്ലുന്നുണ്ട്. വഴിയിൽ കണ്ട ഒരാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ പോയി കഴിഞ്ഞെന്നറിഞ്ഞ് ഷിയാൻ ആകെ നിരാശയാകുന്നുണ്ട്. അവൾ കരയുന്ന കണ്ട് സിയയ്ക്കും വിഷമം വരുന്നുണ്ട്. കരയരുത് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറച്ചിട്ട് സാരമില്ല അത് പോട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവളുടെ വിഷമം മാറിയുന്നില്ല. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ നിനക്കിപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ചു നേരം എൻ്റെ വീട്ടിൽ വന്നിരിക്കാനും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് നടക്കുന്നു. ഷിയാനും പുറകെ ചെല്ലുന്നുണ്ട്. വീട്ടിലെത്തി അകത്തിരിക്കുന്ന കൂട്ടത്തിൽ അവളുടെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്നവൻ ചോദിക്കുന്നു. ഞാൻ നിനക്ക് കൊണ്ടുവരാമെന്ന് കരുതി കഞ്ഞി ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ വഴക്കിട്ടിറങ്ങിയത് കാരണം അതെടുക്കാൻ പറ്റില്ല. മാത്രമല്ല കഞ്ഞി കുടിക്കാൻ കൊള്ളില്ലെന്ന് കോങ് എന്നോട് പറഞ്ഞു. നീ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. സിയ ഒന്ന് പരിങ്ങിയെങ്കിലും പനിയായതുകൊണ്ട് എൻ്റെ നാക്കിന് രുചി അറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞവൻ തടിത്തപ്പുന്നു. ഇവിടെ കഴിക്കാൻ വേറൊന്നുമില്ല, നൂഡിൽസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ ഏത് ഫ്ലേവർ വേണമെന്ന് അവളോട് ചോദിക്കുന്നു. ഏതെങ്കിലും മതി എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി അത് റെഡിയാക്കുന്നു. നൂഡിൽസ് കഴിക്കാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യമായാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കുന്നത്, അമ്മ ഇത് കഴിക്കാൻ എന്നെ സമ്മതിക്കാറില്ല എന്നവൾ പറയുന്നു. നിൻ്റെ അമ്മ നിന്നെ വളരെ നന്നായാണല്ലോ നോക്കുന്നത് എന്നവൻ അത് കേട്ട് പറഞ്ഞപ്പോൾ ആണോ, ചിലപ്പോൾ ആയിരിക്കും, പക്ഷേ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എന്നെ വിശ്വാസവുമില്ല. അമ്മ എൻ്റെ ഡയറി വരെ എടുത്ത് വായിച്ചു എന്നവൾ പറയുന്നു. നിൻ്റെ അമ്മ നിന്നെ നന്നായി കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിൻ്റെ അമ്മ ശരിക്കും നിന്നെ നന്നായി തന്നെയാണ് വളർത്തുന്നത് എന്നവൻ പറയുന്നു. അവൾ മറുപടി ഒന്നും പറയുന്നില്ല. എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സിയെ അകത്ത് പോയി ഒരു ചെറിയ റോബോട്ടിനെ എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് റോബോട്ട് ഒളിമ്പ്യാഡിൽ എനിക്ക് സമ്മാനം വാങ്ങിത്തന്ന എൻ്റെ കണ്ടുപിടുത്തമാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവൻ റോബോട്ടിനോടായി D2 T3 ഡാൻസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ റോബോട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നു. അതിന് ഡാൻസ് കണ്ട് ഷിയാൻ ചിരിച്ചുകൊണ്ട് ഇത് വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇതെന്താ ചാപ്പിളിനെ പോലെ ഡാൻസ് കളിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ആഹാ, നിനക്ക് ചാപ്പിളിനെയൊക്കെ അറിയാമോ എന്നവൻ കളിയായി ചോദിക്കുന്നു. നിൻ്റെ മൂഡ് ഓഫ് മാറിയോ, ഇപ്പോൾ കുറച്ച് ഉന്മേഷം തോന്നുന്നുണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട്, ഇത് കൊള്ളാമല്ലോ എന്ന് അവൾ പറയുന്നു. ഞാനൊരു ടെസ്റ്റ് നടത്തി നോക്കിയതാണ്, ഇത് ശരിക്കും മെൻ്റൽ പ്രോബ്ലം ഉള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കൊമേഡിയൻ റോബോട്ടാണ്, എന്തായാലും ടെസ്റ്റ് സക്സസ് ആയി എന്നവൻ പറയുന്നു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം 2 മിനിറ്റ് കഴിഞ്ഞാണ് ഷിയാന് കത്തിയത്. മെൻ്റൽ പ്രോബ്ലം നിനക്കാണ് എന്നവൾ പറയുന്നു. മതി കഴിച്ചിട്ട് വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്നവൻ പറഞ്ഞപ്പോൾ എനിക്കിതുവരെ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള മൂടായില്ല, ഇന്ന് രാത്രി ഞാനും കൂടി ഇവിടെ കിടന്നോട്ടെ എന്നവൾ ചോദിക്കുന്നു. അങ്ങനെ സ്വപ്നം പോലും കാണണ്ട, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിലേക്ക് പോയേ പറ്റൂ എന്നവൻ തീർത്ത് പറയുന്നു. അവൻ അവളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മ താഴെ വാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ നീ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനും മാത്രമൊക്കെ വളർന്നുവല്ലേ എന്നവർ ചോദിക്കുന്നു. ഷിയാൻ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറി പോകുന്നു. ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴി ഷിയാനെ റോഡിൽ വെച്ച് കണ്ടിരുന്നു, ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നേ ഉള്ളൂ എന്ന് ഷിയാൻ്റെ അമ്മയോട് പറയുന്നു. അവർ അവൻ താങ്ക്സ് പറഞ്ഞിട്ട് ഷിയാൻ്റെ സ്വഭാവത്തിൽ ഈയിടെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അവൾക്ക് സ്കൂളിൽ ബോയ് ഫ്രണ്ട് വല്ലതും ഉള്ളതായിട്ട് അറിയാമോ എന്ന് അവനോട് ചോദിക്കുന്നു. സിയ ആകപ്പാടെ പരങ്ങലിലായെങ്കിലും അങ്ങനെ ആരും ഉള്ളതായി അവൾ പറഞ്ഞിട്ടില്ല എന്ന് അവൾ പറയുന്നു. ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും, ഈയിടെയായി അവൾ എന്ത് പറഞ്ഞാലും ഭയങ്കര എതിർപ്പാണ്, എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോവുകയാണ്, അതുകൊണ്ട് ചോദിച്ചു പോയതാണെന്ന് അവർ പറയുന്നു. ഷിയാൻ്റെ കാര്യത്തിൽ ആൻറ്റി അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ നല്ല അനുസരണമുള്ള കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞ് സിയെ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി ഞാൻ നിന്നെ കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്നില്ല, ഷിയാനെ തിരികെ കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവർ അവനോട് പോയിക്കോളാൻ പറയുന്നു. സിയെ യാത്ര പറഞ്ഞു പോകുന്നു. അമ്മ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഷിയാൻ്റെ മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അച്ഛൻ. അമ്മയെ കണ്ടതും അദ്ദേഹം അവർക്കരികെ ചെന്ന് നീ എൻ്റെ മോളോട് എന്താണ് ചെയ്തത്, അവൾ പിണങ്ങിയിരിക്കുകയാണല്ലോ എന്ന് അന്വേഷിക്കുന്നു. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അവളുടെ ഡയറി ഒന്ന് വായിച്ചതേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞപ്പോൾ കൊള്ളാം, ഇതാണോ നീ ഒന്നും ചെയ്യാത്തത്, നീ അവളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന് നിനക്കറിയില്ലേ, വേഗം പോയി പിണക്കം തീർക്കാൻ നോക്ക് എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എനിക്കിപ്പോൾ പറ്റില്ല, എൻ്റെ ദേഷ്യം ഇതുവരെ മാറിയില്ല എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുന്നു. നിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ് എന്ന് അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.